ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റോസ് മിൽക്ക് കേക്കിൻ്റെയാണ്. ഇപ്പോൾ ഭയങ്കര വൈറലായിട്ടുള്ള നമ്മളെ മിൽക്ക് കേക്കൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ അതേപോലത്തെ നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ റോസ് മിൽക്ക് കേക്കും. അപ്പോൾ ഇത് നമ്മൾ എഗ്ഗൊന്നും ഇല്ലാണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ അരക്കപ്പ് നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത തൈര്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1/2 കപ്പ് റൂം ടെമ്പറേച്ചറുള്ള പാലും കൂടെ ചേർക്കുക. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ റോസ് മിൽക്ക് എസെൻസ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടുള്ള റോസ് മിൽക്കാണ്. റോസ് മിൽക്കൊക്കെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതൊരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 3 ഫ്രഷ് റോസ് ഫ്ലവറിൻ്റെ പെറ്റൽസുകൾ ഇട്ട് കൊടുത്ത് പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് ആ വെള്ളം പകുതി ആവുന്നവരെ വറ്റിച്ചെടുത്ത് ഇതിനൊന്നുകൂടെ ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1-2 ഡ്രോപ്പ് റോസ് വാട്ടർ കൂടെ ഒറ്റിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് റോസ് കളർ കൂടെ മിക്സ് ആക്കി കൊടുത്താൽ റോസ് മിൽക്ക് എസെൻസ് റെഡിയായി. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിത് മിക്സ് ആക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ കട്ടിയായിട്ട് വരും. ആ സമയത്ത് ഒരു 1/4 കപ്പ് കൂടെ പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുത്ത് ഇതിൻ്റെ ബാറ്റർ റെഡിയായി. ഇനി ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച മോൾഡിലേക്ക് നമുക്ക് ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഇപ്പോൾ സ്റ്റൗ ടോപ്പിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 35 മിനിറ്റ് സമയത്ത് നമുക്കിതൊന്ന് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ 2 ലെയറായിട്ട് കട്ട് ചെയ്യണമെന്നില്ല. അപ്പം ഞാൻ കുറച്ച് വലിപ്പമായിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു സ്ക്വയർ ട്രേയിലേക്ക് സെറ്റ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിറപ്പിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1 കപ്പ് തിളപ്പിച്ചാറിയ പാലും പിന്നെ 2 ടീസ്പൂണ് റോസ് മിൽക്ക് എസെൻസും ഒരു 2 ടീസ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മുടെ സിറപ്പ് ഇവിടെ റെഡിയായി. ഇനി നമ്മൾ നേരത്തെ ട്രേയിൽ സെറ്റ് ചെയ്തിട്ടുള്ള സ്പഞ്ചില്ലേ, അതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലായിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കുറച്ച് കട്ടിക്ക് തന്നെ ഇതിൻ്റെ മുകളിൽ ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് കഴിക്കാനാണെങ്കിൽ ഒരു അരമണിക്കൂറൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഇത് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇത് ഞാനിവിടെ ഒരു മണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകൾക്ക് നമുക്ക് കുറച്ച് പിസ്ത കട്ട് ചെയ്തതും കുറച്ച് ഫ്രഷ് റോസ് പെറ്റൽസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. ഇത് നമ്മൾ വെറുതെ കട്ട് ചെയ്ത് കഴിക്കുകയല്ല, നമ്മൾ ഓരോ പീസ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സിറപ്പില്ലേ, അത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മളിപ്പോൾ ഇവിടെ എഗ്ഗ് ഇല്ലാണ്ടാണ് സ്പഞ്ച് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് എന്ന് വെച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ആരും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.